7 വർഷമായി അവരുടെ കല്യാണം കഴിഞ്ഞിട്ട്. ആരും കൊതിച്ചു പോകുന്ന ദാമ്പത്യം. എന്നും വൈകുന്നേരം അവരൊരുമിച്ചിരുന്ന് ചായ കൊടുക്കുന്നത് കാണാൻ തന്നെ വല്ലാത്ത ചന്തമാണ്. ആളുകൾ പറയും അത് നോക്കിയിട്ട് ഇതേപോലെ തന്നെ ആയിരിക്കില്ലേ അവർ വയസ്സായാലും. അൺടിൽ എ ഡേ അറൈവ്ഡ്. ഭർത്താവിന്റെ ഫോണിലേക്ക് യാദൃച്ഛികമായ ഒരു മെസ്സേജ് വരണം, ഐ മിസ് യു. ആ നോട്ടിഫിക്കേഷൻ ഭാര്യ കാണുന്നത് ഭർത്താവ് വാഷ്റൂമിലായിരുന്ന സമയത്താണ്. അതുവരെ ഭർത്താവിന്റെ ഫോൺ ചെക്ക് ചെയ്യാത്ത ഭാര്യ തുറന്നു നോക്കി. ഹൃദയം നടുങ്ങി. അവൾ ഉച്ച വെച്ചില്ല, പോയി 2 ചായ ഉണ്ടാക്കി കൊണ്ടുവന്നു. അയാൾ വാഷ്റൂമിൽ നിന്ന് വന്നപ്പോ ഒരു ചായയുടെ കപ്പ് അയാളുടെ മുന്നിലേക്ക് നീട്ടിയിട്ട് പറഞ്ഞു, എന്റെ ഈ മൗനത്തെക്കാൾ നിങ്ങൾക്ക് സുന്ദരമായി മറ്റൊരാളുടെ കമ്പനി അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ യു ആർ ഫ്രീ ടു ഗോ. നിങ്ങൾക്ക് പോകാം. അയാൾക്ക് കാര്യം മനസ്സിലായി. അവൾ ഒച്ച വെച്ചില്ല. അത് അയാളുടെ കൂടുതൽ അലട്ടി. കാരണം അവൾ സ്ട്രോങ് ആണെന്ന് അയാൾക്ക് മനസ്സിലായി. അയാൾ മാപ്പ് പറയാൻ തുടങ്ങി. ഒരുപാട് മാപ്പ് പറഞ്ഞു. അവൾ പറഞ്ഞു, ഓക്കെ പ്രൂവ് മീ. അയാൾ എഫേർട്ട് എടുക്കാൻ തുടങ്ങി. ഒരുപാട് സ്നേഹിക്കാൻ തുടങ്ങി. മറ്റേ ബന്ധം പൂർണ്ണമായിട്ട് കട്ട് ചെയ്തു. തെറാപ്പിക്ക് പോയി. ഒരുപാട് എഫേർട്ട് എടുത്തു. അങ്ങനെ 1 വർഷമായി. പതിവ് പോലെ അവർ ചായ കുടിക്കാനിരുന്ന സമയത്ത് അവൾ പറഞ്ഞു, നിങ്ങൾ പെർഫെക്റ്റ് ആയതുകൊണ്ടല്ല ഞാൻ നിങ്ങളുടെ കൂടെ വീണ്ടും നിന്നത്. വീണ്ടും സ്നേഹിക്കാൻ കഴിയും എന്ന് നിങ്ങൾ പ്രൂവ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഒരു മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം മിസ്റ്റേക്ക് പറ്റുക എന്നത് സ്വാഭാവികമാണ്. പക്ഷെ ആ മിസ്റ്റേക്ക് മനസ്സിലാക്കി ഉടനടി തിരുത്താൻ തയ്യാറാകുമ്പോഴാണ് അയാൾ യഥാർത്ഥത്തിൽ മനുഷ്യനാകുന്നത്. യു പ്രൂവ്ഡ് ഇറ്റ്. നിങ്ങൾ ഈ റിലേഷൻഷിപ്പിനെ മാനിച്ചു. ദിസ് റിലേഷൻഷിപ്പ് ഇസ് നൗ ബ്യൂട്ടിഫുൾ.